വെൽക്കം ബാക്ക് ടു ഗ്ലോ വിത്ത് മീര. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സും മാർക്കൊക്കെ മാറ്റി ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സ്കിന്ന് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ലൊരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇവനാണ് കേട്ടോ. നമ്മുടെ മസൂർ ദാലാണ് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തക്കാളിയും അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേർഡാണ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 2 സ്പൂൺ അളവിൽ നമ്മുടെ മസൂർ ദാൽ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അതുപോലെ 1 ടീസ്പൂൺ നമുക്ക് അത്യാവശ്യം ഇതിനാവശ്യമായിട്ട് ഒരു 1 to 2 ടീസ്പൂൺ തക്കാളിയുടെ പേസ്റ്റ് എടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ അളവിൽ കേർഡും എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കും ആവാൻ പാടില്ല. നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയണ്ടല്ലോ. നമ്മുടെ മസൂർ ദാൽ എന്ന് പറയുന്നത് നമ്മുടെ ടാനും ഡൾനെസ്സും ഒക്കെ മാറ്റാനും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാൻ അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ നമ്മുടെ കേർഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും. നമ്മുടെ ടൊമാറ്റോ ആണെങ്കിൽ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും അതുപോലെ നമ്മുടെ പോഴ്സ് കുറക്കാനും ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടേ ഇല്ല. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ലോണം ഡ്രൈ സ്കിൻ ആയിട്ടാണ് ഉള്ളത്. അതുപോലെ ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ പിമ്പിൾസും മാർക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഫേസിലൊരു ഈർപ്പം ഉണ്ടാക്കിയെടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി എന്താ പറയുക, അതിൽ തരിതരിപ്പുള്ള കാരണം സ്ക്രാച്ചൊക്കെ സ്കിന്നിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫസ്റ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു വൈറ്റ് ക്ലോത്തിൽ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. ഫുള്ളായിട്ട് തുടച്ചെടുക്കാതെ ഒപ്പിയെടുക്കുക. ഇനി നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ സ്കിന്നിൽ സർക്കുലർ മോഷനിൽ മുകളിലോട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴേക്ക് മസാജ് ചെയ്യാതെ മുകളിലേക്ക് മസാജ് കൊടുക്കുക കേട്ടോ. ഒരു ജെൻറ്റിലായ രീതിയിൽ മാത്രം മസാജ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഉരക്കാൻ പാടില്ല. ഇനി നമ്മുടെ ഫേസ് പാക്ക് ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്ക്രബ് പോലെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഫുള്ളായിട്ട് ഇടാം. അപ്പോൾ ഇതൊരു സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും രണ്ടായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവും. കാരണം ഇതിൽ മസൂർ ദാലിന് ചെറിയ തരിതരിപ്പുള്ള കാരണം നമുക്ക് നല്ലൊരു സ്ക്രബായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ മൊത്തത്തിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഒരു മോഷൻ ഡ്രസ്സ് ഇടുക കേട്ടോ. എന്താ പറയുക, അതുപോലെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര സീൻ ഉണ്ടാവില്ല. കുറച്ച് പഴയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഡ്രസ്സിലായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഇതുപോലെ ജെൻറ്റിൽ മസാജ് കൊടുത്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും. നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഫേസ് പാക്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കണ്ടൻസ് ഒക്കെ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. ഇനി അതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിടുക. നമ്മുടെ ഫേസ് പാക്കിന് ഒരു 20 മിനിറ്റ് 20 to 30 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സ്കിന്ന് ടൈറ്റായി പോകാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഒരു 20 to 30 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്, നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമുക്കിത് ഇനി റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്ന് വലിഞ്ഞു മുറുകുന്ന പോലെ ആവാൻ പാടില്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാനുള്ള ചാൻസ് കൂടും. ചുളിവുകളും പിന്നെയും മാർക്സ് വരാനുള്ള ചാൻസ് കൂടിയേ ഉള്ളൂ. പിന്നെ പിമ്പിളുള്ള ഏരിയയിൽ അധികം നിങ്ങൾ സ്ട്രെസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് അധികം ആ ഒരു ഏരിയയിൽ അമർത്തി മസാജിങ് കൊടുക്കാതിരിക്കുക, പിമ്പിളുള്ള ഏരിയയിൽ മാത്രം. അപ്പോൾ ജെൻറ്റിലായിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്യുമ്പോഴും മസാജിങ് കൊടുക്കുക. റിമൂവ് ചെയ്യുമ്പോഴും ഈ സ്ക്രബ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യുക കേട്ടോ. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജിങ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ റിമൂവ് ആക്കാം. നമ്മുടെ ഫേസ് നന്നായിട്ട് ടാനിങ് ആയിട്ടുള്ള ഏരിയയിൽ നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക. അതുപോലെ ഫേസിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെക്കിലും കൂടി കൊടുക്കുക കേട്ടോ ഫേസ് പാക്ക്. ഇപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കും ഫേസും ഒരുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫേസ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് സ്ക്രബ് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ക്രബ് വെച്ചിട്ട് തന്നെ ഫേസിൽ ഉരക്കാൻ പാടില്ല. അപ്പോൾ കല വരാനുള്ള ചാൻസ് കൂടുകയേ ഉള്ളൂ. നിങ്ങളുടെ പിമ്പിൾസ് പിന്നെയും അധികം വരാനുള്ള ചാൻസേ കൂടുള്ളൂ. അപ്പം ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ കൂടുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്.
ഫേസ് നന്നായിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ, അത്യാവശ്യം തണുത്ത വാട്ടറിൽ തന്നെ വാഷ് ചെയ്യുക. അപ്പം കണ്ടില്ലേ, നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലത്തെ ആ മാർക്സ് ഒന്നും അധികം എടുത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ റൂമിലത്തെ ലൈറ്റിങ്ങിൽ മാത്രമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. വേറെ റിംഗ് ലൈറ്റോ എഫക്ട്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ലേ. നിങ്ങൾ ലൈവായിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്ത് കാണിക്കുകയാണ്. വാഷ്റൂമിലത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഫേസിലെ ടാനെല്ലാം നല്ലോണം പോയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ നമുക്ക് ടാൻ നല്ലോണം ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം നല്ലോണം ഉണ്ടായിരുന്നു. കലയിൽ നല്ല ഡിമ്മായിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു, നല്ലോണം ഡിമ്മായി. നല്ല കിട്ടലും പാക്ക് കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. എനിക്ക് ടാൻ നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ ടാനും ഡാർക്ക് മാർക്സും ഡ്രൈനെസ്സും ഒക്കെ മാറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.